ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 7-ന് കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. മോട്ടോർ വ്യവസായികളെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മോട്ടോർ വ്യവസായ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ റോഡ് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 7-ന് ദേശവ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് അഖിലേന്ത്യാ സെക്രട്ടറി ടി.കെ. രാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ രംഗത്തിൽ പ്രസിഡന്റ് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ എന്നാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം ലേബർ കോഡാണ്. പത്രമാധ്യമ പ്രവർത്തകരോട് ഇതിൻ്റെ സുഹൃത്തുക്കളുടെ പ്രത്യേകം കഴിഞ്ഞില്ല. നിങ്ങളുടെ സംഘടന ഉൾപ്പെടെ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നമില്ല. ആ നിയമം ചട്ടം പാസ്സാക്കാൻ നിയമം നടപ്പാക്കാൻ കേരള ഗവൺമെൻറ് ആലോചിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കേരളത്തിൽ നടപ്പാക്കാനുണ്ടായി പറയുകയും ചില സംവിധാനം ലഭ്യം ചെയ്യുന്നു. പക്ഷേ ഇന്ത്യയിലാകെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നടപ്പാക്കും. അതുപോലെ തന്നെ നിശ്ചിതമാകുമ്പോൾ ഇവിടെ ആരോഗ്യം കൊടുക്കുന്നില്ല, ഒരു സ്ഥിരതയില്ല, രാജ്യം കൊടുക്കുന്നില്ല, അക്ഷരാർത്ഥത്തിൽ കൂലികളുടെ പോലെ ഒരുപാട് വിജയിക്കാൻ ആവശ്യമായ സംവിധാനമില്ല. ഈ കാര്യം കണ്ടി സമയത്തിന് ആധാരമായി മുന്നോട്ട്. മറ്റൊന്ന് ഉദ്യോഗസ്ഥപീഡനമാണ്. ഈ നിയമങ്ങളെല്ലാം നടപ്പാക്കുന്നു. കേന്ദ്ര ട്രാൻസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതിയുടെ ഭാഗമായി ഒരുപാട് അതിന്റെ ഭാഗമായി അന്യായമായി ഉദ്യോഗസ്ഥന്മാർ തൊഴിലാളികൾ സ്ഥിതി രാജ്യത്ത് ഒരുപാട് തൊഴിലുകൾ കേരളത്തിൽ മാത്രമല്ല ഇവിടെയും പ്രമാണീയമായി അതുമായി ബന്ധപ്പെട്ട ഈ നിയന്ത്രണമെല്ലാം പറഞ്ഞു വിശ്വാസം സ്ഥിതി അത് അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട ചെയ്യാനുള്ള ആവശ്യമായി ഉണ്ടായിരിക്കുക. പെട്രോൾ ഡീസൽ വിലയിൽ അടിക്കടിയുണ്ടാകുന്ന പ്രതിസന്ധികളും ലേബർ കോഡ് നടപ്പിലാക്കിയതോടെ തൊഴിലാളികൾ നേരിടുന്ന വിഷമങ്ങളും കേന്ദ്ര ട്രാൻസ്പോർട്ടിലെ വ്യവസായ വിരുദ്ധ നയങ്ങളും മോട്ടോർ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചുമാറ്റണമെന്ന നിയമം നടപ്പാവുന്നതോടെ രാജ്യത്തെ ചെറുതും വലുതുമായ 4 കോടി വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരുമെന്നും ഇവർ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ രാജൻ, മോഹൻകുമാർ പാടി, ഗിരികൃഷ്ണൻ, കെ. ഉണ്ണിനായർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.